TravelOnceMoreന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. അത്യാവശ്യം യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണല്ലോ ഒരു ടെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഒരു ടെന്റ് മേടിച്ചു. ആക്ച്വലി എനിക്കൊരു ടെന്റ് ഉണ്ടായിരുന്നു. ആ ടെന്റിന്റെ പോള് ഒടിഞ്ഞു പോയി. അപ്പോൾ ആ പോള് കിട്ടുമെന്ന് കുറേ നോക്കി, പോള് കിട്ടിയില്ല. അതിനുശേഷം വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ ഒന്ന് കടം മേടിച്ച് കുറച്ചാൽ ഉപയോഗിക്കാമെന്നൊക്കെ നോക്കി ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് മേടിച്ചു. അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല, അതിനും കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ഗതിന്ദ്രയില്ലാതെ അവസാനം ഒരു ടെൻറ്റ് മേടിക്കേണ്ട വന്നു. അപ്പോൾ ആ ടെൻറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ടെൻറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടെൻറ്റ് നമുക്ക് കിട്ടും. 1200 രൂപ മുതൽ മുകളിലേക്ക് ഒരുപാട് ടെൻറ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓൺലൈനിലല്ല ടെൻറ്റ് മേടിച്ചത്. ഓൺലൈനിൽ മേടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് തോന്നി കുറച്ച് കംഫർട്ടായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത് നേരിട്ട് പോയി കണ്ട് മേടിച്ചത് നല്ലതായിരിക്കും എന്നുള്ള ഒരു തോന്നലിൽ ഞാൻ ഡെക്കാത്ലോണിൽ നിന്നാണ് ടെൻറ്റ് മേടിച്ചത്. അപ്പോൾ ഡെക്കാത്ലോണിൽ മേടിച്ച ടെൻറ്റ് ഇതാണ് സാധനം. കൊച്ചെ എന്ന് പറയുന്ന ഡെക്കാത്ലോണിൻ്റെ സ്റ്റോറിൽ കിട്ടുന്ന മറ്റു സ്പോർട്സ് കടകളിലൊക്കെ കിട്ടുന്ന സംഭവമാണ്. ഈ കൊച്ചെ എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഒരു മൗണ്ടൻ സ്പോർട്സ് ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ നല്ല കുറേ ഐറ്റംസ് ഉണ്ട്. അവരുടെ ട്രക്കിംഗ് ഷൂ, ബാഗ്, ടെൻ്റൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ടെൻ്റാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഈ ടെൻറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2999 രൂപ മാത്രമേ ഉള്ളൂ. 3000 രൂപയാണ് ടെൻറ്റിൻ്റെ വില. ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ സാധിക്കും. ഓൺലൈനിൽ സെയിം റേറ്റ് തന്നെയാണ്, നമുക്ക് ഓഫർ റേറ്റ് ആണത്. നമ്മൾ അടുത്തുള്ള ഡെക്കാത്ലോണിൻ്റെ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാൻ സാധിക്കും. ഓൺലൈനായിട്ട് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഞാനത് മേടിച്ചത് വൈറ്റ്ലയിലുള്ള ഡെക്കാത്ലോണിൻ്റെ ഷോറൂമിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ആ ലിങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു വലിയൊരു ഹെവി സംഭവമൊന്നും അല്ല, ഒരു നോർമൽ ലെവലുള്ള ടെൻ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡേ ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം സൺലൈറ്റ് അകത്തേക്ക് കയറി വരും. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. അപ്പോൾ ഒരു സൺലൈറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോട്ടിങ് ഇതിന് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുന്ന ഡെക്കാത്ലോണിൻ്റെ ബ്രാൻഡിൽ വരുന്ന ടെൻറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 4500 ആ ഒരു റേഞ്ചിന് മുകളിലേക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആക്ച്വലി നൈറ്റിൽ മാത്രമേ ടെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. സോ എനിക്കിത് കംഫർട്ടായിരിക്കും. ഇതൊരു ഗ്രീൻ പ്ലാസ്റ്റിക് കോട്ടിങ് കവറിലാണ് ഇത് വരുന്നത്. നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ഈ ഒരു ഹൈറ്റ് മീൻസ് ഒരു 1.5 അടി ഹൈറ്റേ വരുന്നുള്ളൂ. വെയിറ്റ് പറയുകയാണെങ്കിൽ ഒരു 3 കിലോ ആണ് അവർ പറയുന്നത്. പക്ഷേ 2 കിലോയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. എനിക്ക് 3 കിലോ തന്നെ ഉണ്ടാവും. ഈ രീതിയിൽ നല്ല പച്ച റിബണൊക്കെ കെട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് അൺബോക്സ് ചെയ്യുവാണ്. എങ്ങനെയാണ് ടെൻറ്റ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടെൻറ്റ് കെട്ടേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ ഈ ഒരു പേപ്പറിൽ അവർ ഒരു അപ്പാരൻസ് പേപ്പറിൽ അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ 3 Occupancy ടെൻ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ലഗേജ് ഉൾപ്പെടെ ഒരാൾക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ ടെൻറ്റിനകത്ത് സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു സ്പേസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രേ സാധിക്കത്തുള്ളൂ. പിന്നെ ഇത് മൈൽഡ് വെതറിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഹെവി റെയിനിൽ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഹെവി റെയിനൊക്കെ താങ്ങുന്ന സംശയമാണ്. വാട്ടർ പ്രൂഫാണ് സംഭവം. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ടെൻറ്റിൻ്റെ ഉപയോഗത്തിന് ശേഷം ടെൻറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം പാക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വാറണ്ടി എന്ന് പറയുന്നത് 2 years വാറണ്ടിയാണ്. ഇൻ്റർനാഷണൽ വാറണ്ടിയാണ്. ഡെക്കാത്ലോണിൻ്റെ സ്റ്റോറിൽ മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളത് പോൾസിനാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടെൻറ്റിൻ്റെയും പ്രോബ്ലം വന്നത് പോൾസ് ഒടിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു മെറ്റീരിയൽ പോളിമറാണെന്ന് തോന്നുന്നു. ഈ ഒരു മെറ്റീരിയൽ ഇതുവരെ ഡാമേജ് വന്നിട്ട് കേട്ടിട്ടില്ല. ഈ പോൾസ് ഒടിഞ്ഞു പോവുക അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെക്കാത്ലോണിൻ്റെ സ്റ്റോറിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഈ 2 years വാറണ്ടിക്കുള്ളിലാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് തരും. ഹെവി കാറ്റുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സീനായിരിക്കും ഈ ടെൻറ്റ്. കമ്പനി പറയുന്നത് 40 കിലോമീറ്റർ സ്പീഡ് വരെയുള്ള കാറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ പോൾസിൻ്റെ ഒക്കെ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലൊരു വലിയൊരു ഹെവി വെതറിനെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഈ ടെൻറ്റിനില്ല. ഇതൊരു സാമാന്യം ഒരു നോർമലി നമുക്ക് നൈറ്റൊക്കെ ഒന്ന് ടെൻറ്റ് അടിക്കാൻ പോകുന്ന ഒരു നോർമൽ റൈഡേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു സംഭവമാണ്. എന്തായാലും നമുക്ക് ടെൻറ്റ് അൺബോക്സ് ചെയ്തു. ഇനി നമുക്കിത് ടെൻറ്റ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത്, ടെൻറ്റിൻ്റെ ഒരു വലുപ്പം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം.
ഒരു 10 മിനിറ്റ് മാക്സിമം കൊണ്ട് നമുക്ക് ഒരു ടെൻറ്റ് ഈ ഒരു ടെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോൾസ് കൃത്യമായിട്ട് അസംബിൾ ചെയ്യാനുള്ളതാണ്. 2 സെറ്റായിട്ടാണ് പോൾസ് നമുക്ക് വരുന്നത്. അപ്പം പോൾസ് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒരു സംഭവമാണ് വരുന്നത്. ഇതിനകത്തേക്ക് ഈ പൈപ്പിനകത്തേക്ക് ഇത് കൃത്യമായിട്ട് കയറ്റുക. ഒരു എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു വള്ളി ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് വലിച്ചാൽ നീളുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പവറൊക്കെ കൊണ്ടാണ് ഇത് വളഞ്ഞ് കൃത്യമായിട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഈ രീതിയിൽ നമ്മൾ അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു നീളത്തിൽ നമുക്ക് ഇത്രയും നീളത്തിൽ പോൾസ് നമുക്ക് അസംബിൾ ചെയ്ത് കിട്ടും. ഇതിങ്ങനെ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് വളയുന്ന ടൈപ്പായിട്ടുള്ള ഒരു സംഭവമാണ്. ടെന്റിന്റെ ഫസ്റ്റ് ലെയർ ഇത് ടെന്റിന്റെ ഫസ്റ്റ് ലെയറാണ്. ഇത് നമ്മൾ പോൾസിൽ നമ്മൾ ഉറപ്പിച്ചേക്കാണ്. ഈ രീതിയിൽ ഹുക്ക് പോൾസിലേക്ക് വെച്ച് ഇത് കൃത്യമായിട്ട് വളച്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. ഇതിന്റെ പുറമെയാണ് നമ്മളുടെ ആ ഗ്രീൻ കോട്ടിങ് വരുന്ന അടുത്ത ലെയർ വരുന്നത്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ലെയറിന്റെ ഡോറാണ്. ഇതിനിവിടെ ഒരു സൺഷെയ്ഡ് പോലെ വരുന്നുണ്ട്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഉൾഭാഗത്ത് ബൈക്കിലും ഇത്തരത്തിലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് ഡോർ ഈ രീതിയിൽ നമുക്ക് തുറന്ന് മാറ്റി വെക്കാം. ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ. നമുക്കൊരു 3 പേർക്കൊക്കെ ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് 3 പേർക്ക് ഇതിനകത്ത് കിടക്കാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി വിത്ത് ലഗേജ് ആണെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. നൈസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹുക്കുണ്ട്. ഈ ഹുക്കിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് എന്തെങ്കിലും തൂക്കിയിടണമെങ്കിൽ നമുക്ക് തൂക്കിയിടാൻ വേണ്ടി ഈ ഒരു ഹുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ടെൻറ്റിൻ്റെ മറ്റ് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ കിട്ടുന്ന മറ്റ് ടെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് എനിക്ക് ആകെ തോന്നിയതെന്ന് പറഞ്ഞാൽ ടെൻറ്റിൻ്റെ അകത്ത് ഇവിടെ സൈഡ്സിലൊന്നും പോക്കറ്റ്സ് ഒന്നുമില്ല. അപ്പം മറ്റ് ചില ടെൻറ്റുകൾ ഇതിലും വില കുറച്ചുള്ള ഇത് 3000-ൻ്റെ ടെൻറ്റാണല്ലോ. ഇതിൽ വില കുറച്ച ടെൻറ്റുകളിൽ സൈഡിൽ 2-3 പോക്കറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടെൻറ്റിൽ ആ ഒരു പോക്കറ്റ്സ് അവർ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു സൈഡിൽ ഫിറ്റ് ചെയ്യാനുള്ള പല തരത്തിലുള്ള പോക്കറ്റ്സ് ഡെക്കാത്ലോണിന്റെ എല്ലാ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. നമുക്ക് മണ്ണിൽ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള 2 സെറ്റിങ്സ് ആണിത്.
ഈ രീതിയിൽ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിൻഡുള്ള നല്ല കാറ്റ് വരുന്ന ഏരിയയ്ക്കാണെന്നുണ്ടെങ്കിൽ ടെന്റിന് യാതൊരു കോട്ടവും ഇല്ലാതെ ടെന്റിന്റെ ഈ സ്ട്രക്ചർ യാതൊരു പ്രോബ്ലം ഇല്ലാതെ നിന്നോളും. അപ്പോൾ ഇതിന് ഈ ചുറ്റിലും ഇതേ രീതിയിൽ ഹുക്ക് അടിച്ച് കെട്ടാനുള്ള ഒരു അഡീഷണൽ സംഭവമാണ് നമുക്ക് ഈ ടെന്റിന്റെ ഒപ്പം തന്നെ ലഭ്യമാണ്. 6 അടി നീളമുള്ള ഹൈറ്റുള്ള ആൾക്ക് പോലും സുഖമായിട്ട് ഈ ടെന്റിനകത്ത് കിടക്കാൻ സാധിക്കും. എനിക്ക് 5 അടി 8 ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. നല്ല സൈസായിട്ടുള്ള ആൾക്ക് പോലും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ ടെന്റിനകത്ത് സുഖമായിട്ട് കിടക്കാൻ പറ്റും. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു 2 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെന്റ് അടിച്ച സ്ഥലത്ത് ചുറ്റിലും ഹുക്ക് കൃത്യമായിട്ട് അടിച്ച് അത് ടാഗ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കാരണം ഏതെങ്കിലും കാരണവശാൽ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ട്രക്ചർ യാതൊരു കോട്ടവും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ രീതിയിൽ ഹുക്ക് അടിച്ചാൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പക്ക 100% വാട്ടർ പ്രൂഫാണ്. ഹൈ റെയിൻ ആണെങ്കിൽ മാത്രം എന്തെങ്കിലും സീൻ ഉണ്ടായാലേ ഉള്ളൂ. എങ്കിൽ പോലും ഈ ഒരു മഴ കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇത് ഉണക്കി നമ്മുടെ ടെൻറ്റ് മടക്കി സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ലോങ് ടൈം ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ടെൻറ്റിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണണം. എന്നാൽ ഇൻസെക്ട്സ് കൊതുകുള്ള ഏരിയയാണെങ്കിൽ കൊതുക് അകത്തേക്ക് കയറാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ സിംപിളി നമുക്ക് ഇതിൻ്റെ ഇന്നർ ലെയർ അല്ലേ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത ലെയർ, ആ ലെയർ നമ്മൾ അടച്ചാൽ മതി. അത് നമുക്ക് ഈ രീതിയിൽ അകത്തും പുറത്തും ഈ സിപ്പിന് വള്ളിയുണ്ട്. അപ്പം അകത്തുനിന്ന് നമ്മൾ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ കാണുകയും ചെയ്യാം. ഇപ്പം നേച്ചറൊക്കെ ആണെങ്കിൽ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ആസ്വദിക്കാം. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഇൻസെക്ട്സിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇൻസെക്ട്സിൻ്റെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാനൊക്കെ പറ്റും. ഈ സിപ്പിനൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സിപ്പാണ്. ഈ സിപ്പിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 years കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡെക്കാത്തലോണിൻ്റെ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ അവരത് റീപ്ലേസ് ചെയ്ത് തരും. അത്തരത്തിലുള്ള ഒരു പക്ക സർവീസും കൂടെ ഡെക്കാത്തലോണിൻ്റെ പ്രോഡക്ട്സിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ച 2999 രൂപയുടെ ടെന്റാണ് ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്തേക്കുന്നത്. ഈ ടെന്റിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ടെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണെന്നുള്ളത് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത് കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല നൈസായിട്ട് ടെന്റൊക്കെ മേടിച്ച് നല്ല ട്രിപ്പൊക്കെ അടിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം.